മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് സ്കാൻ പരിപാടി സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് യൂത്ത് സ്കാൻ. മാത്യു കുഴൽനാടൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യൂത്ത് സ്കാൻ സംഘടിപ്പിക്കുന്നത്. യുവജനങ്ങളുമായി സംവദിച്ച് അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് സമഗ്രമായ യൂത്ത് മാനിഫെസ്റ്റോ രൂപപ്പെടുത്തുന്നതിനായി ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിൻ സാമൂഹിക, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ യുവത നേരിടുന്ന വെല്ലുവിളികളും ഭാവി കേരളത്തിനായുള്ള കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്തു. യോഗത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ച് യൂത്ത് സ്കാനിൽ പങ്കാളിയായി. ആദ്യമായി ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയെ അഭിനന്ദിക്കാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഈ സമയം വിനിയോഗിക്കാം. കാരണം പുതിയതായി ഒരു കമ്മിറ്റി ചുമതലയേറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പരിപാടി തന്നെ ഏറെ വ്യത്യസ്തവും യുവാക്കളോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്നതുമായ രീതിയിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഏതൊരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും നയങ്ങളും ഉണ്ടെങ്കിൽ കൂടി ബഹുജനത്തെ അല്ലെങ്കിൽ പൊതുജനത്തെ, സമൂഹത്തെ കേൾക്കുക എന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത്, എന്ത് മാറ്റങ്ങളാണ് ഭരണത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നയങ്ങളാണ് നാട്ടിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള ജനത്തിന്റെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ക്യാമ്പയിൻ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് പുതിയ തലമുറയുമായി, യുവാക്കളുമായി, വിദ്യാർത്ഥികളുമായി അല്ലെങ്കിൽ ജൻസിയുമായി ഒക്കെ വലിയ ഒരു ഡിസ്കണക്ട് നിലവിൽ ഇന്നത്തെ ഭരണത്തിനുണ്ട് എന്നത് സംശയമില്ല. ഏറ്റവും ഒടുവിലായി നമ്മൾ വായിച്ചിവിടെ സൂചിപ്പിച്ചു, ഇനി ഇവിടെ പ്രാസംഗികരുടെ എണ്ണം പ്രസംഗിക്കും. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇവിടെ സൂചിപ്പിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് വാങ്ങിയ കുട്ടികളുടെ അവസ്ഥയാണ്. അവർക്കാർക്കും ഒരു നിയമനം പോലും ലഭിക്കാതെ PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്ന കുട്ടിക്ക് നിയമനമില്ലാത്തപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്തിൽ പ്രതിയായ കാപ്പ ചുമത്തപ്പെട്ട DYFIയുടെ പാർട്ടിയുടെ ഗുണ്ടാപ്പണി എടുക്കുന്നവർക്ക് പിൻവാതിലിലൂടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് നിയമനങ്ങൾ ഈ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ആരിഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇയാസ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ TM ഹാഷിം, KM അബ്ദുൽ കരീം, നിയോജക മണ്ഡലം ഭാരവാഹികളായ സിദ്ദിഖ് MS, നിജാസ് ജമാൽ, ഹാഷിം തങ്ങൾ, മുഹമ്മദ് ഷാ, ഷാജഹാൻ PK, അബു പൂമറ്റത്തിൽ, ഹാരിസ് വള്ളിക്കുടി, അൻസാർ വിളക്കത്ത്, നിയോജക മണ്ഡലം ട്രഷറർ സാലിഹ് മലേക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.